വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 9 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുന്നു. ഈ സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. ഈ ഗ്രാമത്തിൽ വന്നതിന് ശേഷം നമ്മൾ 6:30 കൂടി ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ സമയം 9:43, 2.25 മണിക്കൂറായി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബോറടിച്ചിട്ടില്ല എന്നാണ് വിശ്വാസം. നമുക്കൊപ്പം കൃഷ്ണേന്ദു കൂടിയുണ്ട്. കൃഷ്ണേന്ദു, മോർണിംഗ്. കൃഷ്ണേന്ദു നീന്തൽ അറിയോ? അപ്പൊ അടിപൊളി. അപ്പൊ കൃഷ്ണ ഇപ്പൊ ഇത് കഴിഞ്ഞ് കൃഷ്ണന്റെ താഴെ വീണാൽ രക്ഷപ്പെടും. അപ്പൊ കൃഷ്ണേന്ദു ആ കുഴപ്പത്തിലേ കൃഷ്ണന്റെ പാട്ട് പാടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രലോഭിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതാ. പ്രലോഭിപ്പിച്ച് കഴിഞ്ഞ് വെള്ളത്തിലിടുന്ന മനുഷ്യരുണ്ട്, അവരെ പോലല്ല കേട്ടോ. നമ്മൾ കൊടുക്കുന്ന പ്രോമിസ് ഒക്കെ കൃത്യമായിട്ടുള്ള പ്രോമിസ് ആയിരിക്കും. അപ്പൊ പാട്ട് പാടുക, എന്തെങ്കിലും കാരണവശാൽ വെള്ളത്തിൽ വീണാൽ ഇവരെ രക്ഷിക്കുമല്ലോ. നിങ്ങളല്ലേ, റെഡിയല്ലേ, ഓക്കെ അല്ലേ? ഇവിടെ നമ്മുടെ കുട്ടികൾ തയ്യാറാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ വീഴുന്ന മനുഷ്യരെ രക്ഷിക്കാൻ ഈ പേരാമ്പ്രയിലുള്ള മനുഷ്യരെ കഴിഞ്ഞുള്ളൂ. അവർ പ്രശ്നപരിഹാരം കണ്ടെത്തുന്ന മനുഷ്യർ കൂടിയാണ്. അപ്പോൾ നമുക്ക് കൃഷ്ണേന്ദു എന്താ ചെയ്യുന്നത്? ഞാൻ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതിന് റിസൈൻ ചെയ്തു. എന്താ റിസൈൻ ചെയ്ത് പറഞ്ഞു വിട്ടാണോ? അല്ലല്ല, ഇപ്പൊ പ്രോഗ്രാമിന്റെ സീസൺ ആയതുകൊണ്ട്. പ്രൊഫഷണൽ ട്രൂപ്പിൽ പാടുന്നുണ്ട് കൃഷ്ണേന്ദു. വീട് എവിടെയാ? വീട് പാലേരി. വീട് പാലേരിയിലാണ്. പാലേരി മാണിക്യം അല്ലേ? പാലേരി മാണിക്യത്തിന്റെ നാട്ടിൽ നിന്നാണ്. അപ്പൊ പാലേരി മാണിക്യത്തിന്റെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന കൃഷ്ണേന്ദു നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും. ഈ ആംബിയൻസ് മനോഹരമാണ് അല്ലേ? ഇവിടെ നിന്നുള്ളൊരു ഫ്രെയിം നോക്കൂ. ഒരു ഭാഗത്ത് ഇനി വീഴുകയാണെങ്കിൽ ഒന്നും പഠിക്കണ്ട, എന്റെ കയ്യിൽ കയറി പിടിച്ചാൽ മതി കേട്ടോ. പ്രശ്നമൊന്നുമില്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇല്ല, നമ്മുടെ സുഹൃത്താണ് കേട്ടോ കൃഷ്ണേന്ദു. അതുകൊണ്ട് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട. മാത്രമല്ല, മനുഷ്യ തമ്മിലുള്ള സൗഹൃദങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയല്ലേ? നോക്കൂ, മനോഹരമായ സ്ഥലമാണ് അല്ലേ? ആ വാഗമരം. ഒന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നുന്നില്ലേ? ഒരു ദിവസം വീട്ടിൽ പോയി ഫാമിലിയൊക്കെ ആയിട്ട് വരണം. ഇവിടെ വന്ന് കുളിച്ചിട്ടൊക്കെ പോവുക. അപ്പോൾ നമുക്ക് കൃഷ്ണേന്ദുവിന്റെ നല്ല പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ഏത് പാട്ടാണ് കൃഷ്ണേന്ദു പാടാൻ പോകുന്നത്? മോഹം കൊണ്ട് ഞാൻ. ആഹാ, ഈ ആംബിയൻസിന് പറ്റിയ പാട്ടാണ് ഇത്. ശരിക്കും ഇവിടെ വന്നപ്പോൾ തന്നെ മോഹം കൊണ്ട് ഞാൻ ഒന്ന് ഇറങ്ങി നീന്തി കുളിച്ചാലോ എന്ന് തോന്നിയിരുന്നു. അപ്പോൾ കൃഷ്ണേന്ദുവിന്റെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. പലേരിയിൽ നിന്ന് വരുന്ന നമ്മളുടെ ഗായിക മാണിക്യം കൃഷ്ണേന്ദുവിന്റെ പാട്ട്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇടും പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇടും പൂത്തനാൾ മധു തേടിപ്പോയി കണ്ണിൽ കത്തും ദാഹം ഭാവജാലം തേലി നീത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം തേലി നീത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. സ്വർണ്ണത്തേരേറെ നാം തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്ര പൂക്കളതിൻ തേരോട്ടം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇടും പൂത്തനാൾ മധു തേടിപ്പോയി. അതാണ്, നോക്കൂ എന്ത് സൂപ്പറായിട്ടാ പാടിയതല്ലേ. അത് കേട്ടോണ്ടിരിക്കാൻ നമുക്ക് ഇങ്ങനെ തോന്നും. ആ മോഹം എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൽ എടുത്തിയാടാനുള്ള മോഹമാണ് എനിക്ക് കൂടുതൽ വന്നത്. എടുത്തിയാടാൻ ഒരു മോഹം ഇല്ലേ ഇപ്പൊ? ശരിക്കും കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെയുള്ള പുഴയിലൊക്കെ കയറി കുളിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോൾ ധൈര്യമായിട്ട് ഇനി പാട്ടുപാടി പ്രൊഫഷണൽ ട്രൂപ്പിലേക്കൊക്കെ മുന്നോട്ട് പോവുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്കൊപ്പം ചേർന്നതിന് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോവും. ഇവിടെ എങ്ങനെയോ എത്തി, ഇനി തിരിച്ചു പോകണമല്ലോ. അപ്പോൾ തിരിച്ചു പോവും. അതിനു മുമ്പ് ഞങ്ങളൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. താങ്ക് യു കൃഷ്ണേന്ദു. താങ്ക്സ് എ ലോട്ട്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.